ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനുണ്ട്. അദ്ദേഹവുമൊക്കെയായി സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഒരുപക്ഷെ ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ഒരു വേദനയാണ് ഉള്ളത്. ഈ ഒരു സംഭവം, ആ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ ആരും സന്ദർശിക്കുന്നില്ല എന്നൊരു വലിയ പരാതിയായിരുന്നു ഉയർന്നത്. കോൺഗ്രസ് നേതാക്കളടക്കം ഉന്നയിച്ചിരുന്നത് ഇത്തരമൊരു ഗുരുതര പരാതിയാണ്. അതായത് ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ആരും രംഗത്തെത്തിയില്ല. ഈ കുടുംബത്തിനൊപ്പം ഉണ്ട് എന്ന് ആരും തങ്ങളോട് പറഞ്ഞില്ല എന്ന പരാതി കുടുംബവും ഉന്നയിച്ചിരുന്നു. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് അല്പസമയം മുമ്പ് മന്ത്രി വീണ ജോർജ് ഫോണിൽ ഇദ്ദേഹവുമായി, ഭർത്താവുമായി സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ഇതിലെല്ലാം തങ്ങൾ വിശ്വസിക്കുകയാണ്, സർക്കാർ ഒപ്പമുണ്ട് എന്ന നിലപാട് അത് വിശ്വസിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് മന്ത്രി വി എൻ വാസവൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട് അടക്കമുള്ളവർക്കൊപ്പം എത്തി ഈ കുടുംബവുമായി സംസാരിക്കുന്നത്. ഇതിലോട്ട് ഒന്ന് പൊക്കാവോ? ഇതിലോട്ടെ അപ്പോൾ കാര്യങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് മരണകാരണം നിർദ്ദേശം വീണപ്പോൾ തന്നെ ഡെത്തായതായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിക്കുന്നത്. ആ സമയത്ത് എല്ലാം തലച്ചോറിൽ വീണപ്പോൾ തന്നെയാണ് മരണകാരണം രേഖപ്പെടുത്തിയത്. അത് ഞാൻ നോക്കിയിട്ടു. ആരോഗ്യമുള്ള കാര്യങ്ങളെല്ലാം നീക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയായി സംസാരിച്ച് സാമ്പത്തിക സഹായത്തിനുള്ള 11-ാം തീയതിയാണ് മന്ത്രിസഭാ യോഗം. വലിയ തുക തീരുമാനിക്കുന്നുണ്ട്. മന്ത്രിസഭാ യോഗം തീരുമാനിച്ചാൽ കുട്ടിയുടെ ചികിത്സ പൂർണ്ണമായ നിലയ്ക്ക് സൂപ്രണ്ടുണ്ട്. മോളത്തോടെ അത് ഇപ്പം നിങ്ങൾ പറയുന്ന ദിവസം തന്നെ ഹൈക്കോടതിയിൽ അഡ്മിറ്റ് ചെയ്ത് ക്ലിയറായി തിരിച്ചു വരുന്നതോടുമുള്ള മുഴുവൻ ചെലവ് നമ്മൾ വഹിച്ചോളാം, പൂർണ്ണമാക്കി തരാൻ ഡോക്ടറെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്.